പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ യു ആർ ജെന്യൂൻ പേഴ്സൺ. കാരണം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ അവിടെ നിന്നപ്പോൾ ഈ ഋഷിയായിട്ടുള്ളൊരു സംഭവം ജാസ്മിനുമായിട്ട് ഒരു കോൺട്രവേഴ്സീസ് വന്നു. അപ്പം നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ നോമിനേഷനിൽ ഋഷിയുടെ പേര് പറയും, അത് ഗബ്രിയും ജാസ്മിനോട് ചേർന്നിട്ടുള്ളൊരു സംഭവമാണെന്ന് വന്നപ്പോൾ ആദ്യമൊക്കെ ഋഷി മാത്രം സംസാരിക്കുകയും പിന്നെ അതിനകത്ത് താങ്കൾ ഇടപെടുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? കാര്യം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നല്ലതിനെ നമ്മളെപ്പോഴും അംഗീകരിച്ചിട്ടേ ഉള്ളൂ അല്ലേ. നല്ലതും ചീത്തയും കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ബ്രോ. അതായത് ഞാൻ വളരെ ചെറുതിലേ തന്നെ ഞാൻ ബിസിനസ് ഫീൽഡിലോട്ട് വന്നതും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് ലൈഫിൽ. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഓ ഓക്കെ ഇത് പിന്നെ ഇയാളാണെന്ന് പിടികിട്ടും. ഓക്കെ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അവിടെ പല കാര്യങ്ങൾ, പല ആൾക്കാരെ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിലുള്ള ഞാൻ പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മളെ ഇപ്പോഴത്തെ സീസൺ 6 വിന്നറായിട്ടുള്ള ജിൻഡോ. ജിൻഡോ ഇപ്പോഴും ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. ജിൻഡോയെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ജിൻഡോയുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതിരുന്നതാണ് ഷോക്ക് അടിച്ചത്. മീൻസ് അത് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ബ്രോ. കാര്യം ഞാൻ 16 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്ന ഈ 16 ദിവസവും ജിൻഡോ എന്നുള്ള ഒരു ക്യാരക്ടർ എനിക്ക് അങ്ങനെ എന്തോ പറയാ, ഈ ഒരു കപ്പിലോട്ടൊന്നും എത്തുന്ന ഒരു അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അവസരവാദം ഭയങ്കരമായിട്ട് കള്ളം പറയും. ഭയങ്കരമായിട്ട് കള്ളം പറയുമെന്ന് വെച്ചാൽ കള്ളത്തിന്റെ പീക്ക് ലെവലിൽ കള്ളം പറയും. പിന്നെ അതുപോലെ തന്നെ എന്ത് പറയണം എന്ത് പ്രവർത്തിക്കണമെന്ന് പുള്ളിക്കാരനെ ഒന്നും അറിയണം. ഇപ്പം റോക്കിക്ക് ഇത് പറയാൻ എന്താണ് യോഗ്യത, റോക്കി മറ്റൊന്ന് ഇടിച്ചതല്ലേ, അത് വിട് ബ്രോ. ആ ഇടിച്ച കേസ് വിടുക, മാറ്റി നിർത്തുക. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ സോറി ചോദിച്ചു, ഞാൻ വേണ്ടതാ ഒരിക്കൽ കൂടെ സോറി പറയാം. അപ്പം അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകും ബ്രോ. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് അവിടെ ഒരു ഇത് നടന്ന് എന്തോ പറയുക ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ പുള്ളിക്കാരൻ 2 നാരങ്ങ, 4 പിന്നെ മുളക്, 1 പാവയ്ക്ക, പിന്നെ 1 പച്ച മാങ്ങ, 1 പീസ് ഇഞ്ചി, വലിയ ഇഞ്ചി, ഇത്രയും കഴിച്ച് പുള്ളിക്കാരൻ എടുത്ത് തിന്നേണ്. അപ്പം ഞാനൊക്കെ വണ്ടടിച്ചു പോയി. ഞാനൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സംഭവം നമ്മുടെ ഇതൊക്കെ തന്നെ എല്ലാം ശരി തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ ശരീരത്തിനോടോ അല്ലെങ്കിൽ നമുക്കൊരു എത്തിക്സ് ഇല്ല, ഇത്രയും നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ. ടാസ്കായിരുന്നു. അതായത് വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തും ചെയ്യുന്നുള്ള ആൾക്കാരുണ്ടല്ലോ, എന്ത് ചെയ്താലും എനിക്കിത് വേണം, ഏതറ്റം വരെയും പോകും ഞാൻ. ആരെ കൊന്നിട്ടാണെങ്കിലും ആരെ പറ്റിച്ചിട്ടാണെങ്കിലും ആരെ വഞ്ചിച്ചിട്ടാണെങ്കിലും ആരെ ദ്രോഹിച്ചിട്ടാണെങ്കിലും എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ടാസ്ക്. കാര്യം ആ ടാസ്കിൽ അത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഓക്കെ പുള്ളിക്കാരൻ ഞാൻ ഉദ്ദേശിച്ച ആളല്ല, പുള്ളിക്കാരൻ വേറെ ആളാണെന്ന് എനിക്ക് അപ്പോഴേ പിടികിട്ടിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കാരൻ സ്വന്തമായിട്ട് എന്നെ ഹർട്ട് ചെയ്തിട്ട് കൈനെ പിടിച്ച് മുറിവേൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ സിജോയുടെ പേരിൽ ക്ലെയിം ചെയ്തിട്ട് സിജോയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അതിനകത്ത് സംസാരം ഉണ്ടായി. പുള്ളിക്കാരൻ സ്വയം പരിക്കേൽപ്പിച്ചിട്ട് വേറെ ആളിൻ്റെ മേലിൽ ക്ലെയിം ചെയ്ത്. അതൊക്കെ എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പിന്നെ ആരാധകരോ അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരോ അത് മനസ്സിലാവാത്തതെന്നാണ് എനിക്ക് വിഷമം. പക്ഷെ അത് നിങ്ങൾക്ക് അകത്തേക്ക് മനസ്സിലാവുമായിരിക്കും, പുറത്ത് നമ്മൾ കാണുമ്പോൾ ചെറിയ ഒരു ഷോർട്ടായിട്ട് 1 മണിക്കൂറുള്ളത്. അതെ അതുകൊണ്ടായിരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് പുള്ളിക്കാരന് അത് ഒരു കള്ളം നമ്മൾ എത്രയൊക്കെ ഇട്ട് മറച്ച് വെച്ചാൽ അത് കള്ളം തന്നെയാണ്. ആ കള്ളത്തിനെ സത്യമാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എന്തൊക്കെ ഡ്രാമ അതിനകത്ത് നടത്തി. പുള്ളിക്കാരൻ വെളിയിൽ ചെന്ന് കിടന്ന് ഒരു ദിവസം ഫുള്ളായിട്ട് ആ മഞ്ഞും കൊണ്ട് അവിടെ വെളിയിൽ കിടന്ന് പിറ്റേന്ന് രാവിലെ ഞാൻ പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ജിൻഡോ ബ്രോ എന്ത് ബ്രോ ഇത് കാണിക്കണേ? അപ്പം പുള്ളിക്കാരൻ റോക്കി എൻ്റെ കൈ നോക്ക് റോക്കി ഇത് പിന്നെ സെപ്റ്റിക്കായി പ്രോബ്ലമാണ്, ഇതാണ്. ഞാൻ പറഞ്ഞത് ഇത് അവൻ ചെയ്തതാണോ, സിജോ ചെയ്തതാണോ? ഇത്രയും കാര്യം ഇവിടെ നിന്ന് നഖം കൊണ്ടിട്ട് ഫ്ലഷ് പോയിട്ടുണ്ടായിരുന്നു ഒരു 3-4 സ്ഥലത്ത്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് പുള്ളിക്കാരൻ ഇത് സിജോ ചെയ്തെങ്കിൽ അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്, അല്ലെങ്കിൽ യാതൊരു മാറ്റമില്ല. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അത് സിജോ തന്നെ ചെയ്തു, എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്ത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ബാത്റൂമിൽ പോയിട്ട് വേറൊരു കണ്ടസ്റ്റന്റിന്റെയും കൂടെ സഹായത്തോടു കൂടി, ആ കണ്ടസ്റ്റന്റ് ഇപ്പൊ കൂടെ ഉണ്ട്, ആള് 24/7 സിജോയുടെ കൂടെ ഇപ്പോൾ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് രതീഷ് ബ്രോ. ആദ്യം പുറത്തായ. അപ്പോൾ രതീഷ് ബ്രോയുടെ നേതൃത്വത്തിൽ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് അതിനകത്ത് പോയിട്ട്
വേറൊരു കണ്ടസ്റ്റൻറ്റിനെ ചതിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ട് അതിനകത്ത് സിജോനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടും കൂടെ ചേർന്ന് ഈ രതീഷും ഈ ജിൻഡോയും കൂടെ ചേർന്ന് പുള്ളിക്ക് ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് ഹർട്ട് ചെയ്തിട്ട് അത് മറ്റൊരാളുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് അതിനെ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റവും പോയി. മറ്റേ ഞാൻ പറഞ്ഞില്ല ഈ ഫുഡ് കഴിച്ചതുപോലെ ഏതറ്റവും പോകുന്ന ആൾക്കാരുണ്ട്. അതായത് എനിക്കിത് നേടണം, എനിക്കിത് കിട്ടണമെന്ന് ഏതറ്റവും വരെ, അതിലൊരറ്റമാണിത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജിൻഡോപ്പിനോട് കാര്യം പറയാനുള്ളത്, ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിൻ്റെ കപ്പ് നേടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ക്യാഷ് ഞാൻ എടുക്കത്തില്ല, അത് ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റിനും വീതിച്ചു കൊടുക്കുമെന്ന്. എനിക്കെന്തായിരുന്നാലും വേണ്ട, ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കണം ജിൻഡോ. പുള്ളി അങ്ങനെ പറഞ്ഞോ? ജിൻഡോ അതിനകത്ത് പറഞ്ഞാൽ അപ്പോൾ ഞാനിന്ന് കൂട്ടം ചെയ്യും, ഒരാൾക്ക് 3,30,000 വെച്ച് എന്തോ വരുമെന്ന് പറഞ്ഞു. 50 lakh അല്ലേ വരുന്നത്? അത് അതിൻ്റെ ടാക്സ് ഒക്കെ പോയിട്ട് ഉള്ള എമൗണ്ട് ഉണ്ടല്ലോ. എന്തായാലും ആരെങ്കിലും 1-2 പേർക്കെങ്കിലും കൊടുക്കും ജിൻഡോ, എല്ലാവർക്കും കൊടുക്കണ്ട, 1-2 പേർക്കെങ്കിലും കൊടുക്കുന്നത് പുള്ളിക്കാരൻ അത് ഡിക്ലെയർ ചെയ്താൽ കൊടുക്കും എന്നുള്ളത് കാര്യം. അത് നിങ്ങൾക്ക് ഈ ലൈവ് കണ്ടവർക്കും അല്ലെങ്കിൽ ആ ഷോയിൽ വന്നിട്ടുണ്ടോന്ന് അറിയില്ല, ലൈവ് കണ്ടവർക്കൊക്കെ ഉണ്ടാവാം, ഞങ്ങൾ അതിനകത്താണല്ലോ. കാര്യം പറഞ്ഞത് എനിക്ക് ക്യാഷ് വേണ്ട, എനിക്ക് കപ്പ് മാത്രം മതി, സോ ഇതിന് കിട്ടുന്ന ക്യാഷ് ഞാൻ എല്ലാവർക്കും വീതിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അതെ, അപ്പോഴുണ്ടായിരുന്ന എല്ലാവർക്കുമാണ്. ഇതിൽ കുറച്ച് പിന്നെ ഫിനാൻഷ്യലി പ്രോബ്ലം ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അവരെ സഹായിച്ചാലും മതി. അതിനകത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരെ സഹായിച്ചാലും മതി. അല്ലേ? അങ്ങനെ ജിൻഡോയ്ക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ജിൻഡോ അവിടെ ഭയങ്കര കാര്യത്തിലൊക്കെ പറഞ്ഞ് സഹായിക്കാൻ പറ്റുമോ ജിൻഡോ? ആരെങ്കിലും ഒരാളാ ചോദിച്ചു ഒന്ന് സഹായിക്കാൻ പറ്റുമോ ജിൻഡോ? ആർക്കെങ്കിലും ഒരാളെ ജിൻഡോയ്ക്ക് സഹായിക്കാൻ പറ്റുമോ? അതിൽ നിന്ന് കിട്ടിയ പൈസയെന്ന് ഈ പറഞ്ഞത് ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3,30,000 ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. ഒരാളെ പറയുന്നുള്ളൂ, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താലെങ്കിലും മതി, എല്ലാവർക്കും കൊടുക്കണ്ട, ആർക്കെങ്കിലും ഒരാൾക്ക്. അല്ലേ? അത് വലിയൊരു കാര്യമല്ല ജിൻഡോ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് കറക്റ്റ് കാര്യമാണ്. ആയിരിക്കാം പേയ്മെന്റ് കിട്ടി കാണത്തില്ല, കിട്ടുമ്പോൾ ചിലപ്പോൾ സഹായിക്കും. കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ കൊടുക്കാം, പേയ്മെന്റ് എന്തായാലും കിട്ടുമല്ലോ. എന്തായാലും നമ്മൾ ഈ പറഞ്ഞു വരുമ്പോഴേക്കാം നമ്മൾ പല കാര്യങ്ങളിലേക്ക് ചർച്ചയിലേക്ക് പോകും. അതിനകത്തൊരു മോർണിംഗ് ടാസ്ക് ഉണ്ട്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, കഥ പറയുന്നതല്ല, അല്ലാതെ പറയാം. അപ്പം അതിനകത്ത് ഒക്കെ പറയുന്നുണ്ട്, എൻ്റെ ബാത്റൂമിന് 700 സ്ക്വയർ ഫീറ്റ് നീളമുണ്ട്, ഭയങ്കര വീതിയുണ്ട്, അതുപോലെ ഒരു കയ്യിൽ എന്താണ് ഹോർലിക്സ്, രാവിലെ എണീക്കുമ്പോൾ ജ്യൂസ്, ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ വരുന്നത്, അല്ലാതെ ഞാൻ നിങ്ങളോട്ട് നടക്കുക. അപ്പം ആ സമയത്തൊക്കെ കുറേ വെളിയിൽ പല ആൾക്കാരും പലതും പറയുന്നുണ്ട്, ഇവൻ ഈ അഹങ്കാരി എന്തിനാണ്? ഞാൻ പറഞ്ഞുതരാം. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇൻസൾട്ടിങ് അതിനകത്തുണ്ടാവും, പല രീതിയിലുള്ള. ഫുഡിൻ്റെ കാര്യത്തിൽ ഇൻസൾട്ടിങ് ഉണ്ടാവും, നമ്മളൊരു കാര്യം എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് അവിടെ വയ്ക്കും, നമുക്ക് ആഹാരം നിഷേധിക്കും, ആഹാരം തരാതിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ് അതിനകത്ത്. ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ ചായൻ്റെ റേഷനുണ്ട്, അപ്പം അതിൻ്റെ ഉള്ള പാൽ എനിക്ക് കുറച്ച് പാൽ തരും, പിന്നെ എൻ്റെ ഒരു മുട്ട ഉണ്ട്, ഞാൻ ആ മുട്ട അതാണ് എൻ്റെ പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ കുടിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ചായ ഇല്ല. അപ്പോഴത്തേക്കും ഒരു ദിവസം നമ്മുടെ ജാസ്മിൻ, എനിക്കൊന്നൊരു 4 days 5 days ആയി കാണും, ജാസ്മിനോട് ചായയുമായിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ ജാസ്മിനോട് ചോദിച്ചു, ജാസ്മിൻ എനിക്ക് കുറച്ച് ചായ തരോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവള് ചിപ്പോടാന്ന് പറഞ്ഞു. അതെന്തോ എനിക്കറിയത്തില്ല, ചിപ്പോടാന്ന് പറഞ്ഞു. പക്ഷേങ്കിലും എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണ് നിറഞ്ഞു പോയി. അത് അന്നത്തെ ദിവസമാണ് എനിക്ക് തോന്നുന്നു ഈ മോർണിംഗ് ടാസ്കിൻ്റെ ആ ഡേ ആണ് ഈ പുള്ളിക്കാരി ഈ ഒരു ആക്ടിങ് കൂടെ ചെയ്തത്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടായി. അതും കൂടെ എൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കള്ളമൊന്നും പറഞ്ഞില്ല ബ്രോ. കാര്യം എല്ലാവരും കള്ളം പറഞ്ഞെന്നല്ല, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇത്രയും ഉണ്ടായിട്ട് എന്തിനാണ് പിന്നെ ആ ഒരു ഷോയ്ക്ക് പോയത്, അല്ലെങ്കിൽ ഷോയ്ക്ക് പൈസ കൊടുത്തിട്ടാണോ പോയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. അതൊക്കെ ഒത്തിരി സംസാരങ്ങൾ വെളിയിലുണ്ടായിരുന്നു. ഇല്ല പൈസ കൊടുത്തിട്ടൊന്നും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടാലൻറ്റ് കാണിക്കുക, എൻ്റെ കഴിവ് കാണിക്കുക. എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തന്നെയാണ്.